ഒരാൾ പറയുന്നത് കേട്ടൊരു കഥയാണ്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഇത്രേ ഉള്ളൂ. ഹോസ്പിറ്റൽസിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോയി, നിങ്ങൾ പല സീനിയർ ഡോക്ടർമാർക്കും അവരെ നിങ്ങൾ ഒന്ന് കാണുന്നതിന് 500 രൂപ 600 രൂപയൊക്കെ കൊടുക്കണം. നമ്മുടെ നാട്ടില് പലപ്പോഴും അതേ ഹോസ്പിറ്റലില് ജസ്റ്റ് ഒരു ഡോക്ടറെ കാണാൻ, ഡോക്ടർക്ക് ഒരു 2-3 മിനിറ്റ് നിങ്ങളെ പരിശോധിക്കുന്നതിന് ആ പൈസ. എന്നാൽ ആ ഹോസ്പിറ്റലില് നിങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കാണുന്ന നഴ്സിന് ചിലപ്പോൾ ശമ്പളം 20,000 25,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഭയങ്കര അനീതിയല്ലേ? അത്ര പോലും പൈസ ചിലപ്പോൾ ഹോസ്പിറ്റലില് സ്ട്രക്ചർ ഉന്തുന്ന ചേട്ടന് കിട്ടൂല, ഫുൾ ടൈം അവിടെയുള്ള അത്ര പോലും പൈസ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിന് കിട്ടൂല. അപ്പൊ അത് ഭയങ്കര അനീതിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലെ? പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, ഇത് അനീതിയല്ല, അതാണ് നീതി. കാരണം ആ ഡോക്ടർ ആ ഒരു ലെവലിലേക്ക് എത്തിയത് അയാളുടെ ഒരുപാട് കാലത്തെ എഫേർട്ട് കൊണ്ടാണ്. അയാള് ഹയർ സെക്കൻഡറിക്ക് നല്ല പഠിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് അയാൾ എൻട്രൻസ് നേടാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് അയാൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് അയാൾ അടുത്ത PG എത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തെ ഒരു കഷ്ടപ്പാടാണ് അയാളുടെ ആ ഒരു ലെവലിലേക്ക് അയാൾ എത്തിച്ചത്. അപ്പൊ ഈ പറയുന്ന പോലെ നോക്കൂ മക്കളെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടുന്ന ഒരു സമയമുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ചധികം ഒന്ന് വർക്ക് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അല്ല എങ്കിൽ നിങ്ങൾ ആജീവനാണ് കഷ്ടപ്പെടേണ്ടി വരും.